ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 10 കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. സോ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ആസ് ദ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. വേൾഡിൽ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇംഗ്ലണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിൻ ചെയ്യാനുള്ള റീസൺ 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിൻ ചെയ്യപ്പെടുന്നത്. 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടിലെ എക്കണോമിക് സിസ്റ്റത്തിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായി. അതായത് മിക്കവാറും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവിടെ ക്യാപിറ്റലിസ്റ്റുകളായിരുന്നു. ക്യാപിറ്റലിസം നമുക്കറിയാം എന്താണ്. ഓൾ ഇമ്പോർട്ടൻ്റ് എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. മുതലാളിമാരായിരിക്കും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റമായിട്ട് ഇംഗ്ലണ്ട് മാറുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിൻ ചെയ്യപ്പെടുന്നത്. ക്യാപിറ്റലിസ്റ്റുകളുടെ കൈകളിൽ എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന അവിടുത്തെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും അതുപോലെ തന്നെ അഗ്രികൾച്ചറിസ്റ്റുകളും അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വർക്കേഴ്സും വലിയ തോതിലുള്ള പ്രയാസം നേരിട്ടു. ഇൻഡസ്ട്രീസിലെല്ലാം 18 മണിക്കൂറൊക്കെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിരുന്നത്. എന്നാൽ വളരെ കുറഞ്ഞ കൂലി മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് എല്ലാം തന്നെ ക്യാപിറ്റലിസ്റ്റുകളുടെ കൈകളിലായിരുന്നു. ആ രീതിയിൽ അഗ്രികൾച്ചറിസ്റ്റുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും വലിയ തോതിലുള്ള പ്രയാസം നേരിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി നിലവിൽ വരുന്നത്. ഓക്കെ, ഈ ഫ്രണ്ട്ലി സൊസൈറ്റിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും ചീപ്പ് റേറ്റിന്, ഏറ്റവും ചെറിയ വിലക്ക് ആവശ്യമായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം, ഇൻഡസ്ട്രികളിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈനംദിനമായിട്ട് നിലനിന്ന് പോകാനുള്ള ഫുഡും അത്തരത്തിലുള്ള സാധനങ്ങൾ പോലും ലഭ്യമാകാതെ വന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രെഡും പൊട്ടാറ്റോയും കൊടുക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ എസെൻഷ്യലായിട്ട് അവർക്ക് വേണ്ട വരുന്ന സാധനങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാണ് പറയുന്നത്, മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി നിലവിൽ വന്നു ഇംഗ്ലണ്ടിൽ. ഇത് പ്യുവർലി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു. അതായത് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈ കുറച്ച് ആളുകൾ കൂടി ചേർന്ന്, മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ബേസിക്കായിട്ട് ആളുകൾക്ക്, കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുകയും അത് അവർക്ക് ലഭ്യമാക്കുകയും ചെയ്തു. പക്ഷേ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതല്ലെങ്കിൽ അത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റി അവരുടെ പ്രവർത്തനം കൂടുതൽ കാലം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഡസ് നോട്ട് ലാസ്റ്റ് ലോങ് എന്നാണ്. കൂടുതൽ കാലം നിലനിന്നിരുന്നില്ല. അങ്ങനെ ഫ്രണ്ട്ലി സൊസൈറ്റിയുടെ പരാജയത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ ട്രേഡ് യൂണിയൻസുകൾ വന്നു. ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനവും ഇംഗ്ലണ്ടിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മുതലാളികൾ തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും അങ്ങനെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അങ്ങനെ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനവും ഇംഗ്ലണ്ടിൽ പരാജയപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ ഇംഗ്ലണ്ടാണ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അത്തരത്തിൽ ഇംഗ്ലണ്ടിൽ തന്നെയാണ് ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നതും. അങ്ങനെ ഇംഗ്ലണ്ടിൽ വന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി. ഓക്കെ, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി 1844 ഈ സൊസൈറ്റി നിലവിൽ വരുന്നത്. 1844. ഓക്കെ,
ദെൻ ഇത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്, സോ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ കൺസ്യൂമേഴ്സ് തന്നെ, അതില്ലെങ്കിൽ അതിലെ മെമ്പേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ചെയ്യുന്നതും അത് മാനേജ് ചെയ്തും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? സീക്സ് ടു എൻഷുർ ദ സപ്ലൈ ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് അറ്റ് ചീപ്പർ പ്രൈസ്. ഏറ്റവും ചീപ്പർ പ്രൈസിന്, ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള, മായം ചേർക്കാത്ത പ്യുവറായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൺസ്യൂമേഴ്സ് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള അവർ തന്നെ മാനേജ് ചെയ്യുന്നതാണ് സൊസൈറ്റികളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഓക്കെ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ കൺസ്യൂമേഴ്സ്, seeks to ensure the supply of pure and unadulterated goods at a cheaper price. ഏറ്റവും ചുരുങ്ങിയ വിലക്ക് കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൺസ്യൂമേഴ്സ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സൊസൈറ്റികളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആളുകൾക്ക്, ഏറ്റവും പാവപ്പെട്ട മിഡിൽ ഇൻകം പീപ്പിൾസ് അല്ലെങ്കിൽ ലോ ഇൻകം പീപ്പിൾസ് ആയിരിക്കും മിക്കവാറും കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എ കൺസ്യൂമർ സൊസൈറ്റി ഈസ് ടു എലിമിനേറ്റ് ദ മിഡിൽ മാൻ ആൻഡ് ടു അറേഞ്ച് ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് to their members in fair price. Okay, the basic objective, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സോ ടു എലിമിനേറ്റ് ദ മിഡിൽ മാൻസിനെ എലിമിനേറ്റ് ചെയ്യുക. മിഡിൽ മാൻസിനെ എലിമിനേറ്റ് ചെയ്താൽ തന്നെ കൺസ്യൂമേഴ്സിന് ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാവും. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് നേരിട്ട് പ്രോഡക്റ്റുകൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും, അതിൻ്റെ ഇടനിലക്കാർ ഈടാക്കുന്ന കമ്മീഷൻസ്, അതല്ലെങ്കിൽ ഇടനിലക്കാർ ഈടാക്കുന്ന പ്രൈസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഏറ്റവും ചീപ്പ് റേറ്റിന്, ഏറ്റവും ലീസ്റ്റ് പ്രൈസിന്, ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിന് സാധനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും. ആ രീതിയിൽ മിഡിൽ മാൻസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് സോ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് അറേഞ്ച് ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് ടു ദെയർ മെമ്പേഴ്സ് ഇൻ ഫെയർ പ്രൈസ്. ഇതിലൂടെ മിഡിൽ മാൻസിനെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, കൺസ്യൂമേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിന് ലഭ്യമാക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ തന്നെ ഒരു സൊസൈറ്റിയാണ്. അതിലൂടെ ലക്ഷ്യമാക്കുന്നത് കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിന് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോ ടു എലിമിനേറ്റ് ദ മിഡിൽ മാൻ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ്, നീഡ്സ്, അഡ്വാൻറ്റേജസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, നീഡ്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അഡ്വാൻറ്റേജസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൻ്റെ ഒരു 5 പോയിൻ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സാധനങ്ങളും സേവനങ്ങളും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഏറ്റവും ലീസ്റ്റ് പ്രൈസിന്, ഏറ്റവും ഫെയർ ആയിട്ടുള്ള, കൺസ്യൂമേഴ്സിന് ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിന് ലഭ്യമാക്കുക എന്നുള്ളതാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ദെൻ തേർഡ്, ഇറാഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസസ്. സെക്കൻഡ് ഇമ്പോർട്ടൻസ് പറയുന്നത് സോ ഇറാഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസസ്. ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മുതലാളിമാരെന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങളിൽ ഒത്തിരി തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നടത്താം. അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള മായം ചേർക്കാത്ത സാധനങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇറാഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസസ് ഇറാഡിക്കേറ്റ് ചെയ്യണം.
എന്താണ് മാൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഫാൾസ് വെയിറ്റ് അല്ലേ, വെയിറ്റിൽ എന്ത് ചെയ്യുക, കുറവ് കാണിക്കുക. ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഫാൾ വെയിറ്റ് നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, തൂക്കത്തിൽ കുറവ് കാണിക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത, അതുപോലെ തന്നെ പിന്നെന്താ നടക്കുക, അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ഇല്ലേ, ഹൈ പ്രൈസ് ഈടാക്കുക. ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ്, സാധനത്തിൽ നടത്തുന്ന മാൽ പ്രാക്ടീസസ് ഒഴിവാക്കണം. ദെൻ തേർഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം. മറ്റൊരു കാര്യം പറയുന്ന ഒരു പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം. എല്ലാവർക്കും ഈക്വലായിട്ട് അതല്ലെങ്കിൽ ഏറ്റവും ന്യായമായ രീതിയിൽ എല്ലാവർക്കും പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം. ദെൻ ഫോർത്ത്, എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻസിനെ എലിമിനേറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും നേരിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സോ ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് സാധനങ്ങൾ ലഭ്യമാക്കാൻ പറ്റും. അങ്ങനെ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻസ് എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻസ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത്, സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ആസ് പെർ ദെയർ ഇൻകം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എപ്പോഴും മെമ്പേഴ്സായിട്ടുണ്ടായിരിക്കുക മിഡിൽ ക്ലാസ് പീപ്പിൾസ് ആയിരിക്കും, അതല്ലെങ്കിൽ ലോ ഇൻകം പീപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഈ ലോ ഇൻകം പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിഡിൽ ഇൻകം പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന ഇൻകത്തിന് ആനുപാതികമായിട്ട് അവരുടെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതല്ലാതെ നമുക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതലുള്ള ഒരു നീഡ്സ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ലഭ്യമാകുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കണമെന്നുള്ളതാണ്. സോ സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ആസ് പെർ ദെയർ ഇൻകം. അപ്പോൾ അതിനുവേണ്ടി അൾട്ടിമേറ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ലോ പ്രൈസിന്, ഏറ്റവും ചീപ്പർ പ്രൈസിന്, ഓക്കെ, ഏറ്റവും ഫെയർ ആയിട്ടുള്ളൊരു പ്രൈസിന് എന്ത് ചെയ്യണം, സാധനങ്ങളും സേവനങ്ങളും കൺസ്യൂമേഴ്സിന് ലഭ്യമാക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആസ് പെർ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്, ഇറാഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസസ് ഒഴിവാക്കണം. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം, എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻസ്, സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ആസ് പെർ ദെയർ ഇൻകം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്ട്രക്ചറാണ്, 4 ടയർ സ്ട്രക്ചറാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.